നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്ന പ്ലേ സ്റ്റോറിനകത്തുള്ള പുതിയ ഫീച്ചറാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ്. ഈ ഫീച്ചർ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഫ്രീ ആക്കി തരികയും മാത്രമല്ല നമ്മുടെ മൊബൈൽ ഫോൺ ഹാങ് ആകുന്നതും അതുപോലെ മറ്റൊരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന ഒരു ഫീച്ചറാണ് പ്ലേ സ്റ്റോർ അവതരിപ്പിച്ചിരിക്കുന്നത്. പുതിയ അപ്ഡേറ്റിലാണ് ഈ ഫീച്ചർ ഉള്ളത്. അപ്പോൾ എന്താണ് ഫീച്ചർ നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളൊക്കെ മൊബൈൽ ഫോണിൽ ഒരുപാട് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത ആളുകളാണ്. പലപ്പോഴും നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ആപ്പിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അൺഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ സാധാരണ നമ്മളങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. പക്ഷെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജിൽ ആ ഒരു ആപ്പുമായി ബന്ധപ്പെട്ട ഫയലുകളൊക്കെ ഉണ്ടാകും. നമ്മൾ ആപ്പ് ഡിലീറ്റ് ചെയ്താൽ ആ ഫയലുകൾ ഡിലീറ്റ് ആകില്ല. അതുകൊണ്ടാണ് പല ആളുകളും പറയുന്നത് ഫോണിൽ ഫയലുകളൊന്നും ഇല്ലാഞ്ഞിട്ടും സ്റ്റോറേജ് ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. അങ്ങനെ ആപ്പുകൾ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പം ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഇവിടെ ആപ്പ് ഇൻഫോ എന്നോ അല്ലെങ്കിൽ ഇതുപോലൊരു ഐക്കൺ ബട്ടണോ കാണുന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോയി ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്നോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്നോ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നേരത്തെ ഇതുപോലുള്ളൊരു ഇൻ്റർഫേസിലേക്ക് എത്താൻ സാധിക്കും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് സ്റ്റോറേജ് യൂസേജ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം. ഇവിടെ കാണുന്ന ക്ലിയർ ഡാറ്റ എന്നുള്ള ഭാഗം കൂടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ആപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡാറ്റയും നമ്മുടെ ഫോണിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ പ്ലേ സ്റ്റോറിനകത്തുള്ള പുതിയ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ ആപ്പുകൾ ഉപയോഗിച്ച് ഇതുപോലെ ഡാറ്റകൾ ക്ലിയർ ചെയ്യാതെ ഈ ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ ഒരു ആപ്പുമായി ബന്ധപ്പെട്ടുള്ള ഫയലുകൾ നമ്മുടെ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കളയാൻ, അല്ലെങ്കിൽ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളുടെ ഏതെങ്കിലും ഫയൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള സൗകര്യം പ്ലേ സ്റ്റോർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ നോക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം ഈ ഒരു ആപ്പ് ഞാൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തതായിരുന്നു. പിന്നീട് അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞതാണ്. പക്ഷേ ഈ ഒരു ആപ്പിനകത്തുള്ള ഡാറ്റ എൻ്റെ ഫോണിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഏതൊരു ആപ്പാണോ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ ആ ഒരു ആപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യാം. താഴെ കാണുന്ന ഭാഗത്ത് നേരത്തെ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു, ഡാറ്റ സേഫ്റ്റി എന്നുള്ള ഓപ്ഷൻ. നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴെ ഭാഗത്തേക്ക് എന്നാൽ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് കാണാം. ഓരോ ആപ്പും ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഡാറ്റ ഡിലീഷൻ എന്നുള്ള ഓപ്ഷൻ കാണും. ഇവിടെ ഒരു ബ്ലൂ കളറിൽ ഗോ ടു ഡെവലപ്പർ സൈറ്റ് എന്നുള്ള ഓപ്ഷൻ കാണും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ആപ്പ് നമ്മൾ ഏതുകൊണ്ടാണ് ലോഗിൻ ചെയ്ത്, നിങ്ങളുടെ മൊബൈൽ നമ്പർ ആണോ ഗൂഗിൾ ആണോ എന്ന് ചോദിക്കും. ഗൂഗിൾ ആണെങ്കിൽ ഗൂഗിൾ സെലക്ട് ചെയ്യുക. മൊബൈൽ നമ്പർ ആണെങ്കിൽ മൊബൈൽ നമ്പർ സെറ്റ് ചെയ്ത് നിങ്ങളതിൻ്റെ പാസ്വേഡ് കൊടുക്കുക. അത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണിക്കും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഐ വാണ്ട് ടു പെർമനൻ്റ്ലി ഡിലീറ്റ് മൈ അക്കൗണ്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസുകൾ ചോദിക്കും. എന്തുകൊണ്ടാണ് നിങ്ങൾ ഡാറ്റ ക്ലിയർ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ജസ്റ്റ് എന്തെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുക. ഞാനിവിടെ സേഫ്റ്റി ഓർ പ്രൈവസി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് ലോഗിൻ ചെയ്യുമ്പോൾ കൺഫേം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഇമെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ ID പോകും. നിങ്ങൾ മൊബൈൽ നമ്പറാണ് കൊടുത്തെങ്കിൽ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP ജസ്റ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അതിലുള്ള മുഴുവൻ ഡാറ്റയും നമ്മുടെ ഫോണിൽ നിന്നും നമ്മുടെ ഇമെയിലിൽ നിന്നും എല്ലാ പ്ലാറ്റ്ഫോമിൽ നിന്നും നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ആപ്പ് നമ്മുടെ ഡാറ്റകൾ ട്രാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറേജ് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ അത് ക്ലോസ് ചെയ്യാൻ സാധിക്കും. പ്ലേ സ്റ്റോറിനകത്ത് വന്ന ഒരു സേഫ്റ്റി സെക്യൂരിറ്റി ഫീച്ചറാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.